ശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിത ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയേ. പ്രിയ സഹചരേ, കൊടും കാടുകളിലും വലിയ മലകളിലും ദുർഗമങ്ങളായ ഗുഹകളിലുമൊക്കെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു. സീതാദേവിയെയോ ദേവിയെ അപഹരിച്ച രാവണനെയോ എങ്ങും കണ്ടെത്താനായില്ല. എങ്കിലും നമ്മൾ പിന്തിരിഞ്ഞുകൂടാ, അന്വേഷണം തുടരണം. അംഗദേവ് രാജാവ് പറഞ്ഞത് വളരെ ഉചിതമായ കാര്യമാണ്. നമ്മൾ അന്വേഷണത്തിൽ നിന്നും പിന്തിരിയാൻ പാടുള്ളതല്ല. യുവരാജ, അംഗദന്റെ വാക്കും ഗന്ധമാനന്റെ വാക്കും സ്വീകാര്യമാണ്. പക്ഷേ ദാഹിച്ചിട്ട് തൊണ്ട വരളുന്നു, ശരീരം മുറുകുന്നു. ഒരിറ്റു വെള്ളം കിട്ടാനുണ്ടോ? ഇപ്പോൾ അതാണ് മുഖ്യം. ദാഹമായിട്ടിട്ട് മതി ഇനി അന്വേഷണം. ജ്ഞാനവൃദ്ധനായ ജാമ്പുവാൻ എന്തു പറയുന്നു? ഹനുമാന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. ആദ്യം വെള്ളം, അതിനുശേഷമേ ഉള്ളൂ മറ്റെന്തും. നോക്കൂ, അതൊരു ഗുഹയാണല്ലോ. ആ ഗുഹയ്ക്കകത്തു നിന്ന് നനഞ്ഞ ചിറകുകളോടെ പക്ഷികൾ പറന്നുയരുന്നു. അതെ അതെ, ആ പക്ഷികളുടെ ചിറകുകൾ നനഞ്ഞിട്ടുണ്ട്. ആ ഗുഹയ്ക്കകത്ത് നിശ്ചയമായും വെള്ളമുണ്ടാവും. എന്നാൽ അമാന്തിക്കേണ്ട, ആ ഗുഹയിലേക്ക് ഇറങ്ങുക തന്നെ. സൂക്ഷിച്ച്. ആ കല്ലിൽ ചവിട്ട്. അതിലെ ഇരുട്ടുമാറി. ഇരുട്ടുമാറിയെന്ന് മാത്രമല്ല, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! നിറയെ വൃക്ഷങ്ങൾ, ഇന്ദ്രനീലം പോലത്തെ കുളങ്ങൾ. വരൂ വരൂ, നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം മാത്രമല്ല, നിറയെ പഴങ്ങളുമായി മരങ്ങൾ. പൊന്മയമായ കൊട്ടാരങ്ങൾ. ഓ, വല്ലാത്തൊരു ദിക്കു തന്നെ. ദേവി, അവിടുന്ന് ആരാണ്? ഈ ഗുഹ ഏതാണ്? ഇവിടുത്തെ നിർമ്മിതികൾ ആരുടേതാണ്? പണ്ട് മഹാമായാവിയായ മയൻ എന്ന അസുരനുണ്ടായിരുന്നു. ദാനവരുടെ പെരുന്തച്ഛനായ മയൻ. അദ്ദേഹമാണ് ഈ മായാപ്രപഞ്ചം നിർമ്മിച്ചത്. എന്നിട്ട് ആ മയനയുടെ മയനെ ദേവേന്ദ്രൻ വധിച്ചു. എന്തിനായിരുന്നു വധിച്ചത്? അത് മറ്റൊരു കഥ. അപ്സര സ്ത്രീകളിൽ വെച്ച് അതിസുന്ദരിയായ ഹേമയിൽ ആസക്തനായ മയനെ ഹേമയിൽ നിന്ന് അകറ്റാൻ വേണ്ടി, അതെ, അതിനു വേണ്ടിയായിരുന്നു വധിച്ചത്. അപ്പോൾ ഭവതി ആരാണ്? ഞാൻ സ്വയംപ്രഭ, ഹേമയുടെ സഖി. മയന്റെ നിര്യാണത്തോടെ ഈ മായാവനത്തെ ബ്രഹ്മാവ് ഹേമയ്ക്കു നൽകി. ആ ഹേമയ്ക്കു വേണ്ടി കാലാകാലങ്ങളായി ഈ മായാവനത്തെയും പൊൻമന്ദിരങ്ങളെയും ഞാൻ കാത്തുരക്ഷിച്ചു പോരുന്നു. വന്ധ്യയായ സ്വയംപ്രഭാദേവി,
ഞങ്ങൾ ദാഹിച്ചും വിശന്നും വല്ലാതെ വലഞ്ഞിരിക്കുന്നു. അവിടുന്ന് അനുവദിച്ചാൽ ഞങ്ങൾ ചില കായ്ക്കനികൾ ഭക്ഷിച്ച് ജലപാനം ചെയ്ത് ആശ്വസിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഭക്ഷിക്കാം, പാനം ചെയ്യാം. ചെല്ലു. ഇനി പറയൂ, എന്തിനാണ് നിങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്നത്? ദേവി, ഞങ്ങൾ ശ്രീരാമകാര്യാർത്ഥം സുഗ്രീവ നിർദ്ദേശപ്രകാരം സീതാന്വേഷണത്തിന് വന്നവരാണ്. ദാഹവും വിശപ്പും കാരണമാണ് ഈ ഗുഹയിലേക്ക് ഇറങ്ങിയത്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ച് ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ഗുഹയിൽപ്പെട്ട ഒരാൾ മുമ്പ് രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളുടെ കർത്തവ്യ വ്യഗ്രതയും ധർമ്മബോധവും എന്നെ ചഞ്ചലപ്പെടുത്തുന്നു. അതിനാൽ എന്റെ തപോബലം കൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഗുഹയിൽ നിന്നും രക്ഷപ്പെടുത്താം. എല്ലാവരും കണ്ണടച്ചു നിൽക്കുവിൻ. അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ അല്ലേ? നന്നായിരുന്നു. സ്വയംപ്രഭയെ കണ്ടുമുട്ടുന്നതായിട്ടാണല്ലേ? ശരി, പേര് പറയൂ. എൻ്റെ പേര് ബാലമുരളി, ഞാൻ +2 പഠിക്കുന്നു. എൻ്റെ പേര് അഖിൽ, ഞാൻ +2 പഠിക്കുന്നു. ഞാൻ ഹനുമാന്റെ കഥാപാത്രമാണ് ചെയ്തത്. എന്റെ പേര് അനുജലക്ഷ്മി, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വയംപ്രഭയുടെ റോളാണ് ചെയ്തത്. ഞാൻ അമൽ, ഞാൻ +2 പഠിക്കുന്നു. അങ്കദന്റെ വേഷമാണ് ചെയ്തത്. എൻ്റെ പേര് വെങ്കട്ട്, ഞാൻ ഗന്ധമാദനന്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അക്ഷയ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ ജാംബവാന്റെ റോളാണ് ചെയ്തത്. ഇനി നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. നിങ്ങൾ ആദ്യത്തെ ആ ശ്ലോകം തൊട്ട് അതിന്റെ ഒരു സന്ദർഭം വിവരിച്ചുകൊണ്ട് എല്ലാ ശ്ലോകത്തിലുണ്ട്. മറ്റേ സ്വയംപ്രഭയായിട്ടുള്ള അനുജ വളരെ ഭംഗിയായിരുന്നു. അങ്കദൻ വളരെ ഭംഗിയായിരുന്നു. ജാംബവാൻ, എല്ലാവരും ഒന്നിനൊന്ന്. നിങ്ങളുടെ ആ ഒരു സീതാന്വേഷണത്തിൽ നിങ്ങൾ ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുന്ന, ഇങ്ങനെ കൂടി ഒരു ഭയങ്കര ക്ഷീണിച്ചും ദാഹിച്ചു ഇരിക്കുന്ന ഒരു അവസ്ഥ വളരെ ഭംഗിയായിട്ട് കാണിച്ചു. വളരെ ഭംഗിയായിരുന്നു. നിങ്ങൾ അതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. ഓരോന്നും ആ മൂലയ്ക്ക് ജാംബവാൻ നിന്ന് പതുക്കെ 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 അവിടെ ചെന്ന് ഇരിക്കുന്ന ആ സീനും, അതുപോലെ ഒരാൾ ചെന്ന് ആ ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനുമായിട്ടുള്ള വ്യക്തിക്ക് പഴങ്ങൾ കൊടുക്കുന്നതുമൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിൽ കാണിച്ചാലും മെസ്സേജ് കൺവേ ചെയ്യുമെങ്കിലും അത് കൺവേ ചെയ്യേണ്ട രീതിയിൽ ഹൗ യു ഡിഡ് ആൻഡ് വാട്ട് യു ഡിഡ് സൂപ്പറായിരുന്നു, നന്നായിരുന്നു. അത് അസലായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഈ ജ്ഞാനവൃദ്ധനായ ജാംബവാൻ വന്നപ്പോൾ, അതായത് ഇവിടെ നിങ്ങൾ മല കയറുന്നു എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണല്ലോ, വളരെ രസകരമായി ഇദ്ദേഹം കൈയൊക്കെ കൊടുത്തു, അതായത് വരണം എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ അത്ര ചെറിയ കാര്യങ്ങളിൽ വരെ, മൈക്രോ എലിമെന്റ്സിൽ വരെ നിങ്ങൾ നന്നായി ചെയ്തു. ഓരോരുത്തരും, ഹനുമാനാകട്ടെ ബാക്കിയുള്ളവരാകട്ടെ. മ്യൂസിക്, അവസാനത്തെ ആ മ്യൂസിക് വളരെ നല്ലതായിരുന്നു. എന്താ മ്യൂസിക്? ഞങ്ങളുടെ പഠിപ്പിച്ചത് ആരാണ്? വരാൻ പറയൂ. കണ്ണൻ സാർ, എന്ത് മ്യൂസിക്കാ അതറിയാം? എന്ത് അവസാനം ബ്യൂഗലായിട്ട് ബന്ധപ്പെട്ടൊരു മ്യൂസിക്കാണ് അത്. ഒരു ഉള്ളിലേക്ക് ഡീപ്പൻ ചെയ്തു പോകുന്ന ഒരു മെഡിറ്റേഷൻ മ്യൂസിക് പോലത്തെ കാര്യങ്ങളാണ്. എല്ലാം നന്നായിരുന്നു. ഒന്നിനൊന്ന് ആ ഹോൾ ഇഫക്റ്റീവും ഫീലിംഗും എല്ലാം വളരെ നന്നായിരുന്നു. വെരി നൈസ്. താങ്ക് യു. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ, 17 out of 20. 17 out of 20. 17 out of 20. നിങ്ങൾ നേടിയിരിക്കുന്നത് 51 മാർക്കാണ്. ഈ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ 2 സ്കൂളുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.